രുദ്രങ്കിയെ എനിക്ക് തന്നതുകൊണ്ട് ഭീംറാവ് ദേശ്മുഖ് നിങ്ങൾക്കെല്ലാം വീണ്ടും തിരിച്ചു തരികയാണ്. ഈ വെള്ളം കുടിച്ച് ജീവിക്കുക മക്കളെ. My ego will never be satisfied even after my death. My name is Bhimrao Deshmukh. I am the god. പോയിട്ട് വരാട്ടാ. എന്നോട് ക്ഷമിക്കണം രുദ്രങ്കി. നമ്മൾ വീണ്ടും കാണും. നമസ്കാരം യജമാനെ. കൂനി കൊരഞ്ചിപ്പോ ചത്തുപോ. ഏട്ടൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാവുന്നാണോ? രുദ്രങ്കി എനിക്കുള്ളതാ. Rudrangi belongs to me. When power needs something, then that power will set everything. And you know, power is always powerful. നീ രണ്ട് കണ്ണുകൾ കൊണ്ടാടി എന്നെ ഒരു ഭ്രാന്തനാക്കി മാറ്റിയേ. നല്ല മൺവാസനയുണ്ട്. നാടോട് നാടുകളായി കറങ്ങി നടന്നു. എത്രയോ അധികം സുന്ദരിമാരെ ഞാൻ അനുഭവിച്ചു. പക്ഷേ നിന്നെ പോലെ മലരാനിരിക്കുന്ന മുല്ലപ്പൂവിനെ പോലെ ഇരിക്കുന്നവളെ ഇതുവരെ ഞാൻ കണ്ടതിലടി. ഞെരടിക്കളയും നിന്നെ ഇന്ന് തന്നെ. പക്ഷെ ഇന്ന് നിന്നെ അനുഭവിച്ച എന്റെ ആഗ്രഹങ്ങൾ നിറവേറും. മല്ലേഷ് വന്ന് എന്റെ കാലിൽ വീണിട്ട് പോലും എന്റെ കോപം ഇതുവരെ തീർന്നിട്ടില്ല. പക്ഷേ അതിപ്പ അവസാനിക്കും. അതെങ്ങനെയാന്ന് അറിയാവൂടി? പറയാം. ഇനി കാണട്ടെ നിന്റെ കണ്ണിലുള്ള ദേഷ്യം. എനിക്ക് രുദ്രാങ്കിലാരും ജീവനോടെ ഉണ്ടാവില്ല. എടാ മല്ലേഷ്, എടാ ഞാൻ നിന്റെ അടുത്ത് മുമ്പേ പറഞ്ഞതല്ലേ, നീ സമ്മതിച്ചാൽ ആ യജമാനനെ കൊന്ന് നിന്നെ ഈ കൊട്ടാരത്തിന്റെ യജമാനനാക്കാന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? നീതി, ന്യായം, മനുഷ്യത്വം, മണ്ണാങ്കട്ടം. എന്നിട്ടിപ്പോ അതൊക്കെ എന്താടായത്?
നിന്റെ ഭാര്യ ആ ഭീംറാവിന് കൂട്ടിക്കൊടുത്തില്ലേ? ഇപ്പൊ പറ, ഇപ്പൊ പറയാൻ. ഇവിടെ നീതി തെറ്റിച്ചതാരാ? നീയാണോ അതോ ഞാനോ? അന്ന് നീ എന്റെ അടുത്ത് എന്താ പറഞ്ഞ? നിന്റെ യജമാനൻ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ടാ നിന്നെ കൊല്ലൂന്ന്. എന്നാ ഞാൻ ഇന്ന് നിന്നെ കൊല്ലും. യജമാനി അമ്മേ, എന്ത് വാക്കായി പറഞ്ഞേ? നിങ്ങളാണോ അങ്ങനെ സംസാരിച്ച? യജമാനി അമ്മേ, മനസമ്മതത്തോടു കൂടിയല്ല രുദ്രാംഗി അയച്ചത്. മനസ്സ് വേദനിച്ചിട്ടാണ്. യജമാനത്തി തെറ്റാരുടെ മേലിലാ ഉള്ളത്? നിങ്ങൾ വലിയ ആൾക്കാരല്ലേ? ഞങ്ങളൊക്കെ നിങ്ങളുടെ വെറും അടിമകളാണല്ലോ. നീതി ന്യായത്തെക്കുറിച്ച് നിങ്ങൾക്കല്ലേ അറിയേണ്ടത്? മാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ആ മാനത്തെ രക്ഷിക്കാനാണ് ഞങ്ങൾ യുദ്ധം ചെയ്തത്. പക്ഷെ ആ യുദ്ധത്തിന് ഒരർത്ഥവും ഇല്ലാതെ പോയല്ലോ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം യജമാനത്തി. വേണ്ട മല്ലേഷ്, ഇപ്പോഴെങ്കിലും നീ സമ്മതിക്കും മല്ലേഷ്. ആ നിന്റെ യജമാനനെ കൊന്ന് രുദ്രാംഗിയെ ഞാൻ രക്ഷിക്കാം. യജമാനത്തെ, എനിക്ക് ഒരാളെ വിശ്വസിപ്പിച്ച് വഞ്ചിക്കാൻ അറിയില്ല. എന്നെ വിശ്വസിക്കുന്നവർക്ക് ജീവൻ കൊടുക്കാനേ അറിയൂ. എനിക്ക് വേണ്ടിയല്ല, നിന്റെ രുദ്രാംഗിക്ക് വേണ്ടി. ജീവിതം എന്താന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. നീ ശരിയെന്ന് പറ. അവനെ കൊന്നിട്ട് ഈ കൊട്ടാരത്തിന് മാത്രമല്ല, ഈ നാട്ടിനെ തന്നെ രാജാവാക്കാൻ ഞാൻ. ജ്വാല, ജ്വാല, അയ്യോ എന്റെ മോൻ ഈ വെള്ളം കുടിച്ച ഉടനെ മരിച്ചു പോയല്ലോ. ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിൽ ചത്തുപോവില്ലേ ചേച്ചി? അത് കുടിച്ച് ചത്തുപോകും മോളെ. നമ്മുടെ ആളുകളാരും ഈ വെള്ളം കുടിക്കരുത്. ആ രാജാവ് ഈ വെള്ളത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്. മല്ലേശ, ആ രാജാവ് നമ്മളെ ചതിച്ചു. നല്ലൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ചേച്ചി, എന്റെ കുഞ്ഞ് രുദ്രങ്കിക്ക് ഒരു വഴികാട്ടിയായി നീ കൂടെ ഉണ്ടാവണം. രാജാവിനെ പോലെ അഹങ്കാരവും ആർത്തിയും ഒരിക്കലും ഉണ്ടാവരുത്. എന്റെ കുഞ്ഞ് ഈ നശിച്ച കൊട്ടാരത്തിൽ വളരാൻ പാടില്ല. ഈ കുഞ്ഞിന് നല്ല പേരുണ്ടാവണമെങ്കിൽ, നാലാൾക്ക് നല്ല കാര്യം ചെയ്യണമെങ്കിൽ ഈ സ്ഥലത്തെ കുറിച്ച് അവൾ അറിഞ്ഞിരിക്കണം. ഈ മണ്ണിനെ അവള് ജീവന് തുല്യം സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ ഈ മണ്ണിന്റെ വില അറിയൂ. മനുഷ്യരുടെ വിലയും മനസ്സിലാകും. അങ്ങനെ വളരണമെങ്കിൽ എന്റെ കുഞ്ഞിനെ മല്ലേശന്റെ കയ്യിൽ ഏൽപ്പിക്കണം. അവൻ എന്റെ കൂടെ പിറക്കാതെ പോയ അനിയനാ. എന്റെ കുഞ്ഞ് മല്ലേശന്റെ കൂടെയാണ് വളരേണ്ടത്. മല്ലേശനെ വിളിക്ക. മല്ലേഷ്, വേഗം വാ. നമസ്കാരം. മല്ലേഷ്, നീ എന്നോട് ക്ഷമിക്കണം. തകർന്നിരിക്കുന്ന നിന്നോട് തന്നെ ഞാൻ സഹായം ചോദിക്കാം. എന്റെ കുഞ്ഞിനെ നീയാണ് വളർത്തേണ്ടത്. ഈ നാടിനെ എന്റെ കുഞ്ഞ് ഭരിക്കണം. അത് നീ ചെയ്യില്ല. എനിക്ക് വാക്കതാ.
ചേച്ചി എടീ. എടാ നായ മല്ലേഷ്, ഡാ, നീയും നിന്റെ ഈ ഭാര്യയും ചേർന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലടാ. നിന്നെ ഞാൻ അനുഭവിക്കാതെ നീ എങ്ങനെ മരിക്കും? എടാ മല്ലേഷ് പന്ന നായ, വാടാ. യജമാനൻ, ഡാ, ചത്തുപോയ ശവത്തിനെയാണോടാ എന്റെ കൂടെ കിടത്താൻ കൊണ്ടിരുന്നേ? യജമാൻ എന്തായി പറയുന്നത്? എന്റെ ഈ കൈ മറ്റൊരുത്തൻ പിടിച്ച അത് ഞാനായിരിക്കില്ല. എന്റെ ശവം. അതിലൊരു മാറ്റവും ഇല്ല ഏട്ടാ. ജീവിതായാലും മരണമായാലും അത് നിങ്ങളോടൊപ്പമായിരിക്കും. ഏട്ടാ, വല്ലാതെ വിശക്കുന്നു. എന്തേലും കഴിച്ചിട്ട് വരട്ടെ.